ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും ചോറെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കലാന്ന് കേട്ടാ. അമ്മ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അമ്മേ ഒരു ഹായ് കൊടുത്തേ. അപ്പൊ ഞാനും പിള്ളേരും ഇന്ന് കല്യാണത്തിന് പോയിനി. നമുക്ക് ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കല്യാണം ഉണ്ടായിനി. ഓഡിറ്റോറിയത്തിന് കല്യാണം ഉണ്ടായിനി. കുറച്ച് വൈകിട്ടാണ് ഇനി പോയി ചോറ് കഴിച്ചു വന്നു. ചെക്കനെ മുന്നെല്ലാം കണ്ടു. പിന്നെ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് അമ്മ മടിച്ചിട്ട് വന്നിട്ട് എനിക്ക് കഴിഞ്ഞില്ല മടി പിടിക്കുന്നത് ചൂടിന്. സാരിയെല്ലാം ഉടുത്തിട്ട് പണിക്കെല്ലാം പോകുമ്പോ പിന്നെ എങ്ങനെയാ അത് ഉടുത്തിട്ട് കൊണ്ട് വന്നാട് ഊരിയതാ. ഈ ചൂടിന് ആ ചോറും തിന്ന് പായസം കുടിക്കുമ്പോക്ക് ചൂടെടുത്ത് നിൽക്കാൻ കഴിയില്ല. ഞാനും ബസ്സിനെ ചൂടെ കൂടി ലോകവും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ അമ്മമ്മ ഒറ്റക്കല്ലേ ഏതെല്ലാം മറിച്ച് മടിച്ചു നിന്നേ. നമ്മ കഴിഞ്ഞിട്ട് റോഡും എത്തുമ്പോ ഞാൻ വരണ അന്നേരം പറഞ്ഞു പിന്നെ അമ്മമ്മ എന്റെ അമ്മമ്മേടെ അടുത്ത് നിക്കണം കേട്ടാ, ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് ഇവൻ വരുമ്പോ ഞാൻ അവിടെ ഇങ്ങോട്ട് വരുന്നല്ലുണ്ടായി. ഞാൻ എന്റെ അമ്മമ്മനെ ഒറ്റക്കാക്കിട്ട് ഞാൻ അങ്ങോട്ട് പോയിനി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എന്റെ അമ്മമ്മേടെ അടുത്ത് നിക്കണം. അമ്മമ്മ വന്നേ പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേയില്ല. ഇവിടെ തന്നെയാണ്. അല്ലെങ്കിൽ ഇളയപ്പൻ്റെ അടുത്തെങ്കിലും കളിക്കാനും എല്ലാം പോകും. 24 മണിക്കൂർ ഞാൻ ഇളയപ്പൻ്റെ അടുത്ത് പോട്ടെ ഇളയപ്പൻ്റെ അടുത്ത് പോട്ടെ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ അമ്മമ്മേനെ കിട്ടിയ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേയില്ല. ഇവനും എവിടെ കളിക്കാൻ പോയാല് വസ്തേജി പോയെങ്കിലോ എന്നുള്ള പേടിയാണ്. അമ്മ അങ്ങനെയല്ല വരുന്നില്ല ഇവിടെ. പിന്നെ പോരാണ്ട് തിരിച്ചു വരുമ്പോ നമ്മ നാളേക്ക് കാരപ്പത്തിനും ഇതിനെല്ലാം ഓർഡർ ഉണ്ടായിന്. അപ്പം കുറച്ച് സാധനം പണിക്കാൻ കഴിഞ്ഞാലോ അയാളെ പീടിയെന്ന് മേടിച്ചാന്ന് കേട്ടാ. ലോ ബോള് എന്നറിയാം. എനിക്ക് എന്നോട് പറഞ്ഞിന് ചെറുതുണ്ടാകുമ്പോ ഒന്നും എനിക്ക് കളിക്കാൻ കിട്ടിയിട്ട് ഇപ്പെങ്കിലും എനിക്ക് കളിക്കാൻ മേടിച്ചു. ചെറുതുണ്ടാകുമ്പോ ഒന്നും വാങ്ങി തരില്ലേ? അങ്ങനത്തെ മോനാ. അപ്പോ നമ്മ കടിക്കുന്നത് വൈകുന്നേരം ഒരു പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നല്ലേ മാം. പഴംപൊരിന്റെ പഴംപൊരി എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ കാരയപ്പത്തിന്റെ ഓർഡർ ഉണ്ടായോണ്ട് അതന്നെ ഉണ്ടാക്കല്. പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാ കുറച്ചേ ആക്കുന്നില്ലോ. മാത്രല്ല അമ്മയും ഉണ്ട്. അമ്മക്ക് ഇങ്ങനത്തെ ഒന്നും ഇപ്പൊ കഴിച്ചുവിടാ. പഴംപൊരി തന്നെ കഴിച്ചുവിടാ. എന്നാലും നമ്മ ഓരോന്നെല്ലാം കാരപ്പൻ ചുടുമ്പായാലും ഒന്നെല്ലാം അങ്ങനെ കൊടുക്കലാന്ന്. അമ്മക്ക് മധുരില്ലാത്ത സ്പെഷ്യൽ ഉണ്ടാക്കണ്ട. മധുരില്ലാത്ത സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അപ്പോൾ നമ്മളെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ ഷോർട്സിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ലോങ് വീഡിയോ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത്രയൊന്നും മധുരട്ടിട്ട് ആളെ കൊല്ലല്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പഴത്തിന് മധുരേ ഉണ്ടാവൂല. അതെ, ഇപ്പൊ അറിയാലോ. ഇപ്പം പിന്നെ ഈ നോമ്പ് മുതലെല്ലാം ആകുമ്പോ ചില പഴം എങ്ങനെ പഴുപ്പിച്ചുള്ളൂ അത് മധുരേ ഇല്ല. അപ്പൊ നമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവര് പിന്നെ നമ്മ ഇപ്പൊ സാധാരണ പഞ്ചസാര ഒന്നും ഇടാണ്ട് പഴംപൊരി ഉണ്ടാക്കി കൊടുത്തു വെച്ചത്. എന്തെന്ന് ഇത് പഴംപൊരി മധുരമൊന്നും ഇല്ലല്ലാന്ന് പറയും. അപ്പൊ ഇവിടെ അതുകൊണ്ട് നമ്മ കൊടുക്കുന്നതിൽ അങ്ങനെ മധുരം തന്നെയാണ്. അതും നല്ലോണമൊന്നും ഇല്ലാട്ടോ. ആകെ ഒരു 100 ഗ്രാം 50 പഴംപൊരിക്ക് അത്ര ഇട്ടിട്ടില്ല. കാണുമ്പോ നിങ്ങൾക്ക് ഷോർട്സിൽ ഒരുപാട് പോലെ തോന്നിയാണ്. അങ്ങനെ ഒരാള് കമന്റ് പറഞ്ഞു ഒന്ന് തിന്നിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ലേശം കൂടി ഇടും. അങ്ങനെ ഇടുന്നു. അതെ. അതുപോലെ ഉണ്ണിയപ്പം നമ്മ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ ചൂട് തണിഞ്ഞതിന് ശേഷമാണ് വെള്ളപ്പാവ് ചേർക്കലേന്ന് മാവില്. ആദ്യം നമ്മ കൊണ്ടുവന്നതിൽ നമ്മ അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോ വലിയ ചൂടല്ല, കുറച്ച് ആദ്യം നമ്മ അങ്ങനെ തന്നെയാണ് ചേർത്തോണ്ടുണ്ടായിരുന്നു. പറഞ്ഞാല് അരക്കുമ്പോ അരച്ചിട്ട് ആ വെള്ളം ഉണ്ടല്ലോ അതിലാന്ന് ഒഴിക്കുന്നത്. പിന്നെ ചൂടായാലും അത് മാത്രല്ല ചൂടോട് ചേർത്ത് കഴിഞ്ഞാല് കുറച്ചും കൂടി സോഫ്റ്റ് കിട്ടുന്നുണ്ട് കാരപ്പം. അപ്പൊ നമ്മ ഓരോന്നും ഉണ്ടാക്കി നോക്കി ആകുമ്പോ അല്ലേ നമ്മ ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കല്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞിരുന്നാന്ന്. അപ്പൊ എല്ലാരും കമന്റ്സിൽ ചോദിക്കലുണ്ട് നിങ്ങൾ ആദ്യത്തെ വീഡിയോയില് അങ്ങനെയല്ലേ പറഞ്ഞിന് ഇപ്പം ചൂടോടല്ലേ വയ്ക്കുന്നത്. അപ്പൊ ചൂടോടെ നിങ്ങൾ ഒഴിച്ചു നോക്കിക്കോ, നല്ല സോഫ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് കേട്ടാ. മുമ്പേ നമുക്ക് തന്നെ പൊടി വന്ന് പോയെങ്കിലോ പറഞ്ഞ എല്ലാരും കുറച്ച് തണിഞ്ഞാലേ ഒഴിച്ചൂടൂ നമ്മളോട് പറയലുണ്ട്. ഇപ്പൊ പിന്നെ നമ്മ അരച്ചതിലൊക്കെ ഈ ചൂടുള്ളത് ഒഴിക്കുന്നത്. അതേപോലെ അങ്ങനെ പൊടി പോകുന്നില്ല. അവൽ സീക്രട്ട് അവലിട്ട് കഴിഞ്ഞാല് കാരയിന്ന്
പെട്ടെന്ന് ഇളകി കിട്ടും. കാരപ്പം ഉണ്ണിയപ്പം ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിനി, ഞാൻ അപ്പച്ചട്ടി അത് കാരേന്റെ ചട്ടി കളയാൻ വേണ്ടിയിട്ട് നിന്നെയാണ്. നിങ്ങളെ ഈ അവല് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സീക്രട്ട് അതുപോലെ ചെയ്തു നോക്കി. ഉണ്ണിയപ്പം അത് ഒഴിക്കുന്നതിന് മുന്നേ പൊന്തി 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 വരുന്നതാന്ന്. അതിനും വേറെ പാത്രം മാറ്റണ്ട, ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് കമന്റ് അറിയിക്കലുണ്ട്. എല്ലാം നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്കിന്ന് വേഗം പഴംപൊരി ഉണ്ടാക്കാം. നമ്മ ഓർഡർ കിട്ടിയാൽ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അതേ രീതിയിലാണ് കേട്ടോ റെസിപ്പി എല്ലാം നിങ്ങളെയും കാണിക്കൽ. ആ കൊടുക്കുന്ന സമയത്ത് തന്നെയുള്ള വീഡിയോ ആണ് എടുത്തിട്ട് നിങ്ങളെയും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേ സ്വാഗതം. ബസ്തേജി ഇവിടെ ഇരിക്കാത്തെന്ന് വെച്ചാല് കാലിന് സുഖമില്ല കേട്ടോ, തീരെ സുഖമില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്വതവേ ഇവിടെ ഇരുന്നാൽ അങ്ങനെ എണീക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ കാലിന് മുറിവ് ഇനി ഉണങ്ങിയിട്ടാ വെരിക്കോസിന്റെ പൊട്ടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അമ്മേ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മ ഒരു ഏകദേശം ഒരു 3 പഴം കൊണ്ട് മാത്രമാണ് ആക്കുന്നത്. അപ്പൊ അതിനുള്ള മൈദപ്പൊടി 1/2 കിലോ മൈദപ്പൊടിയാണ്. അപ്പൊ അതിന്റെ പകുതി എടുക്കേണ്ടി വരൂലേ? പകുതി എടുക്കാം. അപ്പൊ ഇതാ 1/4 കിലോ മൈദപ്പൊടിയാണ് നമ്മ എടുത്തിട്ടില്ലേ. അപ്പം ഈ ഒരു പഴം കൊണ്ട് എത്ര പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും? നേർങ്ങനെ ചെറിയ 4 ഉണ്ടാക്കാൻ പറ്റും. ഇത് ചെറിയ പഴമായതുകൊണ്ട് വണ്ണുള്ളാണെങ്കിൽ നമുക്ക് 5 കിട്ടും. നമ്മ നീളത്തിൽ തന്നെ അല്ലാക്കുന്ന നല്ല മുറിച്ചിട്ടാക്കുന്നുണ്ട്. മുറിച്ചിട്ടല്ല പിള്ളേർക്ക് കൊടുക്കണ്ടല്ലേ? അതെ, എണ്ണ അത് നമ്മളെ മുഖ്യ ഇപ്പം. പക്ഷെ നമ്മ പുറത്തുണ്ടാക്കി കൊടുക്കുമ്പോ നീളത്തില് ഇങ്ങനെ 4 പീസാക്കി എടുത്തിട്ട് ഒരു പഴം കൊണ്ട് 4 പഴംപൊരിയാവും. അങ്ങനെയാണ് കൊടുക്കല് കേട്ടാ. അപ്പൊ നമുക്ക് തന്നെ ആയതുകൊണ്ട് നമ്മ ചെറിയ കർഷകൻ കുഞ്ഞി പീസ് എല്ലാം ആക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 3 പഴമാണ് എടുത്തിട്ടില്ലേ. അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മ അതിന് മുന്നേ നമുക്ക് മാവ് റെഡിയാക്കി വെക്കാം. നമ്മ ആദ്യമെല്ലാം പഴംപൊരി മാവ് തയ്യാറാക്കിയാടും ചൂടാൻ തുടങ്ങല്. പക്ഷെ നമ്മ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് ചെയ്യുമ്പോ അത് പുതിയതായ കാര്യങ്ങൾ പഠിക്കല്. നല്ല സോഫ്റ്റും പൊന്തി കിട്ടും. അപ്പം നമ്മ ഇപ്പം ഓർഡർ ഇല്ല സമയത്ത് ഒരു 3-4 മണിക്കൂർ മുന്നെങ്കിലും മിനിമം കുഴച്ച് വെക്കും. മാവ് ആക്കി വെക്കും. അതിന് ശേഷം ചൂട്ടാൽ നല്ല അടിപൊളി സോഫ്റ്റ് നല്ല പഴംപൊരി കിട്ടലുണ്ട്. അപ്പം നമുക്ക് ഇനിയിലേക്ക് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ്, ഒരു പൊടിക്ക് മധുരത്തിൻ്റെ ഒരു ബാലൻസ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കണം. കുറച്ച് പഞ്ചസാര ഇടണം. ഇത് വെച്ചാല് ഒരു ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഏലക്കായി നന്നായിട്ട് നല്ല പൗഡർ പോലെ ആയി കിട്ടും. അത് ഇങ്ങനെ തൈതരി പോലെ ഉണ്ടാവും. അപ്പം ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നുള്ളൊരു പൊടിക്ക് ഇതാ അപ്പക്കാരം അതും കൂടി ചേർത്ത് നമ്മത് കുറേ സമയം വെക്കാത്തോണ്ടാണ് ഇടുന്നത്. ഇന്ന് നമ്മ അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. രുചിക്ക് സമയമില്ല. കുടുംബശ്രീകളും പോകാനായി, വായനശാലയിലും പോകാനായി, ഇന്ന് വീഡിയോ എടുക്കാൻ പോയതു കല്യാണത്തിനെല്ലാം പോയോണ്ട്. അപ്പോൾ ഇതാ നമ്മളെ അപ്പക്കാരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് എന്താ അരിപ്പൊടിയാണ്. പരിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. വെറും മൈദപ്പൊടി മാത്രമാകുമ്പോൾ എണ്ണ കുഴഞ്ഞു പോകും. അമ്മ ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി അരിപ്പൊടിയും കടലപ്പൊടിയും മാത്രം ഇട്ടിട്ട് മൈദപ്പൊടി ചേർക്കാണ്ട് പഴംപൊരി ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ആക്കലുണ്ട്. അതെന്തോ ചോയ്ക്കും, കടലപ്പൊടിൻ്റെ ഒരു ചോയ ഉണ്ടാവും. ഇവിടെല്ലാവരും അധികം മൈദപ്പൊടി ഉണ്ടാവും. നമ്മളെ നാട്ടിലെല്ലാം കടലപ്പൊടി ഇടലുണ്ടാവും. ചിലപ്പോൾ മൈദപ്പൊടി ഉണ്ടാക്കും. ലേശം ഒരു സ്പൂണോ 2 സ്പൂണേ ഇടുള്ളൂ. എന്നിട്ട് അത് ഭയങ്കര ഒരു ഉറപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാൻ വേണ്ടിയിട്ട്. ഇതാണ് ടേസ്റ്റ്. കടലപ്പൊടി അത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ മധുരം നമ്മ ഓൾറെഡി ഇപ്പൊ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അമ്മക്കും കൊടുക്കേണ്ടതുകൊണ്ട് അധികം ചേർക്കുന്നില്ല. പിന്നെ വേണ്ടുന്നവര് അതിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. അപ്പം മൈദപ്പൊടീൻ്റെ ആ ഒരു കട്ടയെല്ലാം ഉടഞ്ഞ് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമുക്കിങ്ങനെ ഇളക്കുന്ന ആ സാധനം വാങ്ങിക്കണേല്ലേ? അതെ, അന്നേ ആരോ കമന്റ് ഇട്ടിന് എന്റെ പേരെന്താന്ന് എനിക്ക് മറന്നുപോയി. അത് അമ്മക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഏത് അതിനെ അല്ല
എനക്കും പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോ കിട്ടൂല. ബിസ്ക അങ്ങനെ എന്തോ പറയല്. അങ്ങനെ ഇതിങ്ങനെ ഇളക്കുന്ന മെഷീനും ഉണ്ട് വാങ്ങിക്കാൻ. ഇപ്പൊ കാരപ്പല ഒരുപാടെല്ലാം ആകുമ്പോ ഇളക്കാനെല്ലാം ബുദ്ധിമുട്ടാവും നമുക്ക്. ചൂടോടെ വയ്ക്കുമ്പോ കൈകൊണ്ട് തന്നെ കുറേ സമയം, ഒരു അരമണിക്കൂർ സമയം ആവണം. കട്ടേര ഒടിഞ്ഞിട്ട് ഇടണമെങ്കിൽ കൈകളിൽ ഇങ്ങനെ കടയും. നമുക്ക് ഓരോന്നായിട്ട് മേടിക്കാമേ. അപ്പോ നമ്മ യൂട്യൂബ് പിന്നെ തുടങ്ങിയതിന് ശേഷമാണ് അതിൽ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി ഇടുന്ന കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചിട്ട് നമ്മ പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി തന്നെ. എല്ലാരും യൂട്യൂബ് വീഡിയോ ഇട്ട് യൂട്യൂബിൽ നിന്നാണ് വരുമാനം മേടിക്കല്. നമ്മ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിന് മുന്നേ നമ്മ പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മ വരുമാനം മേടിക്കാൻ തുടങ്ങിയത്. നമ്മ വരുമാനം എന്ന് വെച്ചാൽ ചെറിയൊരു ലാഭം. അപ്പൊ അതെ, മാത്രല്ല നമ്മ ആ റെസിപ്പി എല്ലാം യൂട്യൂബിൽ ഇടുന്നതും കൂടി കൊണ്ട് എല്ലാവരും അതേപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാനും തുടങ്ങി എന്നുള്ള അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മ ആദ്യം തുടങ്ങിയത് യൂട്യൂബാണ്, അതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. ഇപ്പൊ നമ്മ അതൊരു സംരംഭമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യും കൂടി ചെയ്തു. നമുക്ക് ഫുഡിന്റെ സേഫ്റ്റിന്റെ എല്ലാം ലൈസൻസ് എല്ലാം കിട്ടിയല്ലോ. ഇനി ധൈര്യത്തിൽ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതിൻ്റെ ഉണ്ണിയപ്പം നമ്മ വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ മാത്രമേ കൊടുക്കുന്നില്ലേ. വലിയ വെളുക്കായിട്ടുള്ള ഓർഡറൊന്നും നമുക്ക് ചിലപ്പോൾ താങ്ങാനാവില്ല. ഒരാണ്ട് കൊറിയറിലെല്ലാം അയക്കാനില്ലേ കുറച്ച് പരിമിതിയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മ എല്ലാവരും കൂടി ചേർന്നിട്ട് വിഷുവിന് കാരപ്പം കണി വെക്കാൻ്റെ കാരപ്പം ചൂടാനുള്ള പരിപാടി ഉണ്ട്. നമ്മളെ പരിസരത്തില്ലേക്ക് മാത്രമാണ് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്നവർ ക്ഷമിക്കണം. അപ്പോൾ അങ്ങനൊരു പരിപാടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇത് നമ്മൾ അരിപ്പൊടി കോരിയ സ്പൂണാണ്. ഈ ഒരു സ്പൂൺ കൊണ്ട് നമ്മളിപ്പോൾ ഇതാ മാവ് ഇങ്ങനെ കോരിക്കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഒരു സ്പൂണിന് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് വരണം. ഇതുപോലെ ഉണ്ടാവും. ക്ലിയർ ആവുന്നില്ല എന്ന് നമ്മളെ ഫോണിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് വരണം. ആ ഒരു വരുവാണ് നമ്മളെ മാവിൻ്റെത്. നമ്മളെ ഷോർട്ട് വീഡിയോ ആയിട്ട് കൃത്യമായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളെ കൂട്ട് റെഡിയായി. ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലത്. അടിപൊളി, നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങളെ ഒരാളും കുറ്റം പറയില്ല, അത്രയും നല്ല പഴംപൊരി ആവും. നമ്മിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ചൂടാൻ തുടങ്ങും. തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെണ്ണ ചൂടാകുമ്പോഴേക്ക് പഴം മുറിച്ചെടുക്കാം. നമുക്ക് ചെറുതാക്കിയിട്ട് മുറിക്കാം അല്ലേ. നമ്മൾ നടുക്കൊന്ന് മുളക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ മുറിക്കുമ്പോൾ തോലോടെ ഇടലേ ആയിരിക്കും. അല്ല, തോലോടെ അല്ല, തോല് കളയും കേട്ടാ. ഇങ്ങനെ മുറിച്ചിട്ട് തോല് കളഞ്ഞ് ഞെല്ലിക്ക് ഇടലാണ്. അങ്ങനെ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മ ഓർഡർ കൊടുക്കുന്ന സമയത്ത് നടുക്കേ പൊളക്കുകയും ചെയ്യില്ല. നീളത്തിൽ തന്നെയാണ് പഴംപൊരി ഉണ്ടാക്കല്. അപ്പൊ നമ്മൾ ആവശ്യത്തിനാവണ്ടാന്നേ നടുക്കെ മുറിച്ചിനൊന്ന്. പഴം മുറിച്ച് റെഡിയാകുന്ന സമയം കൊണ്ട് നമ്മളെ എണ്ണയും ചൂടായിട്ടുണ്ട്. മാവ് ഇതാ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പം നമുക്കിതാ തോല് കളഞ്ഞിട്ട് പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ചെറിയ പഴം ലേഖസേ ഇന്ന് എനിക്ക് കുടുംബശ്രീന്ന് ബോണസ് കിട്ടുന്നുണ്ട് കേട്ടാ. വിഷുവിന്റെ അന്നേ ഞാൻ മറ്റേ കുടുംബശ്രീ കൂടിക്കോ. ഞാൻ കൂടിയിട്ട് അതുകൊണ്ട് എനിക്കില്ല. അപ്പൊ എപ്പോ പണിക്ക് വേണ്ടി അത്ര ഞായറാഴ്ച എല്ലാം വന്നിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ അതെന്തോ ആയിട്ട് പിന്നെ ഞാൻ അത് ഇവിടെയല്ല, നമ്മ പണ്ട് പ്രാന്തഞ്ചാലം വന്ന സമയത്താണ്. പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നേ പിന്നെ രുചി കൂടാനെല്ലാം പറഞ്ഞു. പിന്നെ ഈ പണിക്ക് പോകുന്നതായതുകൊണ്ട് പിന്നെ ഞാൻ കൂടിയിട്ടാ. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കുറേ ഇട്ട് കൊടുക്കാം. പഴംപൊരി ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ 15 മിനിറ്റ് സമയം ഇത് വെച്ചിട്ടു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതെ, അത് 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും. അതെ, പിന്നെ ആക്കുന്നതിൽ മുട്ട അധികം സമയം വെക്കുന്നില്ലെങ്കിൽ മുട്ട കൂട്ടിയാൽ മതി, നല്ലോണം പൊതിയാലും. നമുക്ക് ബസ്മതി കൊടുക്കുന്നുണ്ട്, മുട്ട കൂട്ടിക്കൂടാ, അതുകൊണ്ട് നമുക്ക് കൂട്ടിയില്ല. പിന്നെ ഇന്ന് നല്ല ഒരു ഇടപെടിയാണ്. അല്ല പൊന്തായിട്ടില്ല, അതാ പൊന്തിയിട്ടുണ്ട്. അതാ ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ എണ്ണ അത്ര ചൂടായിട്ടുണ്ടായിട്ടാ, ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. ശരിവാ, കുറച്ചും കൂടി ചോത്തോട്ടല്ലോ. നമ്മ മേണിക്കുന്ന പഴംപൊരി ഇങ്ങനെയുണ്ട് അവര്, മഞ്ഞ കളറാ. മഞ്ഞ കളറ്. ഞങ്ങൾക്ക് കുറച്ച് ചോത്ത ഇഷ്ടം, കുറച്ച് ചോത്ത ഇഷ്ടം. ഞാൻ പിന്നെ അങ്ങനെ പോരിയെന്നേ. അപ്പൊ നീ പറഞ്ഞ എല്ലാ മോഡലും ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനല്ലോ. നമ്മ പീടിയെന്ന് വിളിക്കുമ്പോ ഇങ്ങനത്തെ ഉണ്ടാലും. അപ്പൊ നമ്മളെ ചൂട് ചൂട് കുഞ്ഞിപ്പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിപ്പഴംപൊരി ആൾക്കാരുടെ എണ്ണവും പഴത്തിന്റെ കുറവും അനുസരിച്ച് പഴംപൊരിയുടെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പൈസയല്ലേ. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. അപ്പൊ ദാ നമ്മളെ അടിപൊളി പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാരും ചായ കുടിക്കുന്നു. അപ്പൊ ഒരാളായിട്ട് എടുത്തതാ പിന്നെ നിങ്ങൾക്ക് മധുരം കുറച്ചിനെ ഏട്ടനുണ്ടേ. മറ്റേ അരിപ്പൊടി ഇട്ടോണ്ട് കുറച്ച് ക്രിസ്പി ഉണ്ട്. പിന്നെ നമ്മൾ അധികം റെസ്റ്റാൻഡ് വെച്ചിട്ടാ കടയിലാക്കി. സമയമില്ല അല്ലേ, നോക്കും തിരക്കായി. കറമുള്ള തൊട്ട് അതിന് മൈദപ്പൊടി മാത്രമാണ് ഇങ്ങനെ പഴഞ്ഞ ഉഷാറുണ്ടാവില്ല പഴംപൊരിക്ക്. അവിടെ കുറച്ച് അരിപ്പൊടിയാണ്. പിള്ളേരുടെ വീട്ടുണ്ടാകുമ്പോൾ എന്തെങ്കിലും കടി 2 മാസം ഇവരെ അത് പിന്നെ അപ്പൊ നമ്മ വീഡിയോ എടുത്ത് കഴിയുമ്പോ തന്നെ അടി ഉണ്ടാവും കേട്ടോ. അപ്പൊ തന്നെ കളിക്കാൻ വേണ്ടി ഉണ്ടാവും. വരുമ്പോ നല്ല വിശപ്പും കൊണ്ടായിരിക്കും വരല്. എന്നാലും ഇതൊന്നും മതിയാവും. അവരും മിച്ചറും അവര് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പില്ലുണ്ട്. അപ്പൊ കൊഴുമ്പല്. അപ്പൊ അവിടുന്ന് അവര് വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മ വിശക്കുമ്പോ കുറച്ച് തേങ്ങയും വിലലിട്ട് കുഴച്ചാല് പിള്ളേരുടെ വയറും കുറയും, നല്ലൊരു പലഹാരമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ വൈകുന്നേരത്തെ കുറച്ച് ചായയെല്ലാം കുടിക്കുന്ന ചെറിയൊരു വിശേഷങ്ങളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് കുറേ നാളായി പഴംപൊരി ഉണ്ടാക്കാത്ത. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി ലോങ് വീഡിയോയിൽ അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിട്ട. അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.